ലോകം മുഴുവൻ ഉറ്റുനോക്കിയ വലിയ ദൈവശാസ്ത്രജ്ഞനും പ്രബോധകനുമായിരുന്നു കാലം ചെയ്ത ബെനഡിക്റ്റ് മാർപ്പാപ്പയെന്ന് KCBC പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്ക ബാവ. കേരള സഭയെ പ്രതിനിധീകരിച്ച് KCBC പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്ക ബാവയും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിയും പരിശുദ്ധ ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുമെന്ന് കേരള കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് അറിയിച്ചു. പരിശുദ്ധ ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ ദീപ്തസ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുവെന്ന് KCBC പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്ക ബാവ, വൈസ് പ്രസിഡന്റ് ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ, സെക്രട്ടറി ജനറൽ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കന്തല എന്നിവർ പ്രസ്താവനയിൽ അറിയിച്ചു. ബെനഡിക്റ്റ് മാർപ്പാപ്പയോടുള്ള ആദരസൂചകമായി 2023 ജനുവരി 1 മുതൽ അദ്ദേഹത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷ നടത്തപ്പെടുന്ന 5-ാം തീയതി ഉൾപ്പെടെയുള്ള ദിവസങ്ങൾ കേരള കത്തോലിക്ക സഭ ദുഃഖാചരണം നടത്തുന്നതാണെന്നും KCBC വ്യക്തമാക്കി. ഈ ദിവസങ്ങളിലെ ആഘോഷ പരിപാടികൾ ഒഴിവാക്കാൻ പറ്റുന്നവ ഒഴിവാക്കുന്നതിനും മറ്റുള്ളവ അനാർഭാടമായി നടത്തുന്നതിനും ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണം. ആർഭാടങ്ങളെല്ലാം തന്നെ ഒഴിവാക്കേണ്ടതാണ്. സൗകര്യപ്രദമായ ഒരു ദിവസം എല്ലാ ദേവാലയങ്ങളിലും ബെനഡിക്റ്റ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേക ബലിയർപ്പണം നടത്തണമെന്നും 5-ാം തീയതി കത്തോലിക്ക സ്ഥാപനങ്ങളിൽ അനുസ്മരണ സമ്മേളനം നടത്തുന്നത് ഉചിതമായിരിക്കുമെന്നും KCBC അറിയിച്ചു. വൈദികനായിരിക്കെ 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രധാന ദൈവശാസ്ത്രജ്ഞരിൽ ഒരാളായിരുന്നു അദ്ദേഹം. എഴുത്തിലും വായനയിലും അതീവ താല്പര്യമുണ്ടായിരുന്ന അദ്ദേഹം തന്റെ ജീവിത സായാഹ്ന വിശ്രമവേളകളിലും അതിനായി പ്രയോജനപ്പെടുത്തി. യേശുവുമായി ഹൃദ്യമായി സൗഹൃദം പുലർത്തുന്നതിന് വിശ്വാസികളെ പ്രചോദിപ്പിക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങൾ. ലൈംഗിക ബാലപീഡനങ്ങൾ സംബന്ധിച്ച് ഉയർന്നുവന്ന ആരോപണങ്ങളിൽ കുറ്റക്കാർക്കെതിരെ കർശന നിലപാടുകൾ സ്വീകരിച്ച് സഭയുടെ ധാർമ്മിക ജീവിതത്തെ നവീകരിക്കുന്നതിൽ ബദ്ധശ്രദ്ധനായി. ജനന നിയന്ത്രണത്തെ സംബന്ധിച്ചും സ്വവർഗ ലൈംഗികതയെക്കുറിച്ചും സഭയുടെ പാരമ്പര്യ നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിച്ചതെന്നതും KCBC പ്രസിഡന്റ് വ്യക്തമാക്കി. ക്രൈസ്തവ ദൈവശാസ്ത്രത്തെയും അതിന്റെ തനിമയെയും ആദരവോടെ സ്നേഹിച്ച ബെനഡിക്റ്റ് പാപ്പ ഇതര മതസ്ഥരോടും സഹോദര ക്രൈസ്തവ സഭകളോടും തികഞ്ഞ ആദരവും ബഹുമാനവും പുലർത്തി. പത്രോസിന്റെ പിൻഗാമിയുടെ നേതൃശുശ്രൂഷയെക്കുറിച്ച് അവഗാഹമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം പൗരസ്ത്യ സഭകളോട് ഉന്നതമായ ആദരവ് കാണിച്ചു. പൗരസ്ത്യ സഭകളുടെ സ്വാതന്ത്ര്യത്തെയും സ്വയംഭരണ അവകാശത്തെയും അംഗീകരിച്ച് ആദരിക്കുന്നതിൽ തുറന്ന സമീപനമായിരുന്നു അദ്ദേഹത്തിന്റേത്. 78-ാം വയസ്സിൽ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ക്ലെമന്റ് 12-ാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം ഈ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ പ്രായം ചെന്ന വ്യക്തിയാണ്. ജർമ്മനിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 30-ാമത്തെ മാർപ്പാപ്പയാണ് ബെനഡിക്റ്റ് 16-ാമൻ. 2005 ഏപ്രിൽ മാസം ടൈം മാസിക ലോകത്തിലെ പ്രഗത്ഭരായ 100 പേരുടെ പട്ടികയിൽ ബെനഡിക്റ്റ് മാർപ്പാപ്പയും ഉൾപ്പെടുത്തിയിരുന്നു. ഷക്കേന ന്യൂസ്, കൊച്ചി.